ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ വിജയൻകുട്ടു. ലോട്ടറി ടിക്കറ്റിനെ പറ്റി ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഇതുവരെ ലോട്ടറി ടിക്കറ്റ് ഇന്ന ആൾക്കാർക്ക് അടിക്കുമോ, ഇന്ന നക്ഷത്രക്കാർക്ക് അടിക്കുമോ എന്നുള്ള വീഡിയോ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല, വീഡിയോ എടുത്തിട്ടുമില്ല, അപ്ലോഡ് ചെയ്തിട്ടുമില്ല. ആദ്യമായിട്ടാണ് ഒരു വീഡിയോ എടുക്കുന്നത്. ലോട്ടറി ടിക്കറ്റിനെ പറ്റി, അതായത് ഓണം ബമ്പറാണ് ഞാൻ പറയുന്നത്. ഓണം ബമ്പർ എന്ന് പറയുന്ന സമയത്ത് 25 കോടിയാണ് ഒന്നാം സമ്മാനമായിട്ട് നൽകുന്നത്. 25 കോടി പറയുമ്പോൾ ഒരു നല്ല തുക തന്നെയാണ്. അതിൻ്റെ ഏകദേശം കിഴിവും മറ്റുള്ള കാര്യങ്ങളെല്ലാം കഴിച്ചിട്ട് ഏകദേശം തന്നെ പറയുകയാണെങ്കിൽ അതിൻ്റെ 60% നമ്മുടെ കയ്യിലേക്ക് വരും എന്ന് തന്നെ പറയാം. അപ്പോൾ ഏകദേശം ഒരു 12 കോടിയോളം വരാനുള്ള സാധ്യതയുണ്ട്. അത് ഒരാൾക്ക് സാധാരണക്കാർക്കെല്ലാം കിട്ടുകയാണെങ്കിൽ, സാധാരണക്കാരെന്ന് പറയുമ്പോൾ സാധാരണക്കാർക്ക് കിട്ടുകയാണെങ്കിൽ അതൊരു നിധിയായിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. നിധി എന്ന് പറയുമ്പോൾ അന്ന് കാലത്തായാലും ഇന്ന് കാലത്താണെങ്കിലും ഭൂമിൻ്റെ അടിയിൽ പണ്ട് കാലത്തെല്ലാം കിണർ കുഴിക്കുന്ന സമയത്താണ് നിധി കിട്ടാറുള്ളത്. കിണർ അന്നേക്ക് വെള്ളത്തിന് വേണ്ടി അത്യാവശ്യമായിരുന്നു. അപ്പോൾ കിണർ കുഴിക്കുകയോ അതുപോലെ എന്തെങ്കിലും കുഴികൾ കുഴിക്കുകയോ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളുമാരുള്ള കുളങ്ങൾ കുഴിക്കുമ്പോഴോ എന്നീ സമയത്താണ് നിധി കിട്ടാറുള്ളത്. ആ നിധി കിട്ടുന്നത് അപ്രതീക്ഷിതപരമായിട്ടുള്ള ഭാഗ്യകടാക്ഷത്തിന് ഉടമസ്ഥനാക്കും ആ ഭൂമി ഉടമയെ, അല്ലെങ്കിൽ അത് കണ്ടെത്തുന്ന ആളെ, അല്ലെങ്കിൽ അത് കിട്ടുന്ന ആളെ എന്ന് പറയുന്നത്. അതുപോലെയാണ് ഇവിടെ ബമ്പർ ലോട്ടറി അടിക്കുന്ന ഒരാൾക്ക് 12 കോടി, അതായത് 25 കോടി ബമ്പർ അടിച്ചാൽ 12 കോടി കൈ കിട്ടുകയാണെങ്കിൽ അതൊരു നിധിയാണ്. അതൊരിക്കലും നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ട ഒരു നിധിയായിട്ട് കണക്കാക്കാം. അങ്ങനെ നറുക്കെടുക്കുന്ന ഒരു ബമ്പർ ലോട്ടറി സെപ്റ്റംബർ 27, 2025 സെപ്റ്റംബർ 27 എൻ്റെ നറുക്കെടുപ്പ്. അതിൻ്റെ നറുക്കെടുപ്പ് സെപ്റ്റംബർ 27 ഒരു ശനിയാഴ്ച ദിവസമായിട്ടാണ് എടുക്കുന്നത്. ശനിയാഴ്ച ദിവസം ഒരു അനിഴ നക്ഷത്രത്തിലാണ് നറുക്കെടുപ്പ് വരുന്നത്. ശുക്ലപക്ഷ ഷഷ്ടി, അതായത് വെളുത്ത പക്ഷത്തിലത്തെ 6ാമത്തെ ദിവസമാണ് സെപ്റ്റംബർ 27 ശനിയാഴ്ച ദിവസമാണ് നറുക്കെടുപ്പ്. ആ നറുക്കെടുക്കുന്ന സമയത്ത് ഏകദേശം 2 മണിക്കായിരിക്കും മിക്കവാറും നറുക്കെടുപ്പ് നടക്കുക എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അറിയുന്ന സമയത്തും, അതായത് മുഹൂർത്തം അല്ലെങ്കിൽ പറയാം, നമ്മൾ കേൾക്കുന്ന സമയത്തും അറിയുന്ന സമയത്തുമാണ് നമ്മളുടെ അനുഭവം എന്ന് പറയുന്നത്. ലോട്ടറി ഭാഗ്യം, ലോട്ടറി അടിച്ചു എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന സമയം അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന സമയം. ഇപ്പോൾ ഉച്ചയ്ക്ക് 2 മണിക്ക് നറുക്കെടുക്കുന്ന ഇത് ഏകദേശം 3 മണിക്കോ 3:30 അവസാനിക്കുകയായിരിക്കും. കാരണം എന്താ പറഞ്ഞാൽ ഇതിൽ കുറേ പ്രൈസുകളുണ്ട്. അതായത് ഒന്നാം സമ്മാനമായിട്ട് 25 കോടിയും, രണ്ടാം സമ്മാനമായിട്ട് 1 കോടി വീതം 20 പേർക്കും, മൂന്നാം സമ്മാനമായിട്ട് 50 ലക്ഷം വീതം 20 പേർക്കും, നാലാം സമ്മാനമായിട്ട് 5 ലക്ഷം വീതം 10 പേർക്കും, 5ാം സമ്മാനമായിട്ട് 2 ലക്ഷം വീതം 10 പേർക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ ലക്ഷങ്ങളുടെ ആണ് ഉള്ളത്. അപ്പോൾ ലക്ഷങ്ങൾ കിട്ടുന്നതും ഒരു ഭാഗ്യമായിട്ട് കണക്കാകാം. സാധാരണക്കാർക്ക് ഇപ്പോൾ 2 ലക്ഷം കിട്ടിക്കഴിഞ്ഞ് പറഞ്ഞാൽ 1.5 ലക്ഷം 1.25 ലക്ഷമൊക്കെ കിട്ടുകയുള്ളൂ. അതൊരു വഴിത്തിരിവാണെന്ന് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും ചിലവർ കോടി എടുക്കുന്നവർ എന്തായാലും വലിയ പ്രൈസിനെ പ്രതീക്ഷിച്ചായിരിക്കുന്നു. ഒരു 5000 കിട്ടാൻ വേണ്ടി ആരും കോടി എടുക്കാറില്ല. അതിന് സാധാരണ ലോട്ടറി എടുത്താൽ പോരെ എന്ന് ചിന്തിക്കും. പക്ഷേ ഇവിടെ കോടി അടിക്കുന്നതിൻ്റെ കാര്യമാണ് പറയുന്നത്. കോടി അടിക്കാന്ന് വെച്ച് പറഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ 1 കോടി അടിക്കണം, അല്ലെങ്കിൽ ഫസ്റ്റ് പ്രൈസായിട്ട് 25 കോടി അടിക്കണം, അല്ലെങ്കിൽ 50 ലക്ഷം അടിക്കണം. ചുരുങ്ങിയത് 10 ലക്ഷമെങ്കിലും അടിച്ചാൽ, അല്ലെങ്കിൽ 5 ലക്ഷമെങ്കിലും അടിച്ചാൽ കുറച്ചെങ്കിലും സമ്മാനത്തുക എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയുള്ള നറുക്കെടുപ്പിൽ വിജയിക്കുന്ന ഏകദേശം 20, 40, 10, 51 ആളുകൾക്ക് ഏകദേശം നല്ലൊരു തുക കിട്ടുവാനുള്ള സാധ്യത. 51 ഭാഗ്യശാലികളെ അന്നേക്ക് ഈ നറുക്കെടുപ്പിലൂടെ കേരള ഗവൺമെൻറ് ബമ്പർ ഇറക്കുന്നതും അന്നേക്ക് നറുക്കെടുക്കുന്നതും. അപ്പോൾ ആ സമയത്തിൽ ആർക്കെല്ലാം ഭാഗ്യം ഉദിച്ചു വരുന്ന നക്ഷത്രക്കാരുണ്ടെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ചിത്തിര നക്ഷത്രക്കാർക്കാണെങ്കിൽ, അതായത് ചിത്തിര നക്ഷത്രം എന്ന് പറയുമ്പോൾ തുലാക്കൂറിൽപ്പെട്ടിരിക്കുന്ന ചിത്ര നക്ഷത്രം എന്ന് പറയുമ്പോൾ ചിത്ര നക്ഷത്രം ജനിക്കുന്നത് തന്നെ ചൊവ്വാ ദശയിലാണ്.
ചൊവ്വാ ദശ ആകെ 7 കൊല്ലമാണ്. അപ്പോൾ അവരുടെ ജനിക്കുന്ന സമയത്തിന് അടിസ്ഥാനപരമായിട്ട് എത്ര കൊല്ലം കിട്ടുന്ന ഏകദേശം ഒരു 3 കൊല്ലം നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ ചൊവ്വാ ദശ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് രാഹു ദശ 18 കൊല്ലം, 21 വയസ്സ് വരെ രാഹു ദശാകാലമാണ്. രാഹു ദശ കഴിഞ്ഞാൽ പിന്നെ വ്യാഴദശയാണ്. വ്യാഴദശ 16 കൊല്ലമാണ്. അപ്പോൾ 21, 10, 31, 6, 37, 21 വയസ്സിന് ശേഷം 37 വയസ്സുള്ളവർക്ക് ഈ ലോട്ടറി ഭാഗ്യം അടിക്കാനുള്ള സാധ്യത വ്യാഴദശയിലാണെങ്കിൽ ധനകാരകനും ധനത്തിൻ്റെ കാരകനും ഭാഗ്യകാരകനും ഒക്കെ കാരകത്വമുള്ള ദൈവാധീനത്തിന് കാരകമുള്ള ഒരു ഗ്രഹമാണ് വ്യാഴം. ആ വ്യാഴത്തിൻ്റെ ദശാകാലത്ത് തീർച്ചയായിട്ടും ധനഭാഗ്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ വ്യാഴം നിൽക്കുന്നത് ഇഷ്ടസ്ഥാനത്തിലോ ലാഭസ്ഥാനത്തിലോ, ഇഷ്ടസ്ഥാനം എന്ന് വെച്ച് പറഞ്ഞാൽ 2 ഭാവങ്ങളിലാണെങ്കിലാണ് ഇഷ്ടസ്ഥാനം. അതിൽ ഭാഗ്യസ്ഥാനത്തിൽ നിൽക്കുന്നതോ 11ാം ഭാവത്തിൽ നിൽക്കുന്നതോ 2ാം ഭാവത്തിൽ നിൽക്കുന്നതോ ആയിട്ടുള്ള ലോട്ടറി ഭാഗ്യം അവർക്ക് അനുഭവിക്കാനുള്ള യോഗമുണ്ട് എന്ന് പറയാം. ആ 2, 9, 11 ഭാവത്തിൽ നിൽക്കുന്നതാണെങ്കിലും ത്രികോണസ്ഥാനത്ത് നിൽക്കുന്നതാണെങ്കിലും 5, 9 ഭാവങ്ങൾ ത്രികോണ സ്ഥാനം എന്നീ ഭാവങ്ങളിൽ 5ാം ഭാവം നിൽക്കുകയാണെങ്കിലും ഈ ലോട്ടറി ഭാഗ്യം അനുഭവിക്കാനുള്ള യോഗമുണ്ട്. പക്ഷെ നിൽക്കുന്ന ക്ഷേത്രം, വ്യാഴം നിൽക്കുന്ന ക്ഷേത്രം സ്വക്ഷേത്രമോ ഉച്ചക്ഷേത്രമോ മൂലക്ഷേത്രമോ ബന്ധുക്ഷേത്രമോ ആയിരിക്കണം. ശത്രുക്ഷേത്രത്തിലോ നീചത്തിലോ നിൽക്കുന്ന വ്യാഴം ഒരിക്കലും ഈ ഭാഗ്യം തരില്ല. അങ്ങനെയുള്ള വ്യാഴദശാകാലത്തിലാണ് ഈ ഭാഗ്യം ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ ഈ വ്യാഴദശാകാലത്ത് തന്നെ അപകാരനാഥന്മാർ, ഭാഗ്യാധിപന്റെയോ ബന്ധുമിത്ര വ്യാഴത്തിൻ്റെ ബന്ധുഗ്രഹങ്ങളുടെയോ 2ാം ഭാവാധിപന്റെയോ ഭാഗ്യാധിപന്റെയോ 11ാം ഭാവം, നേരത്തെ പറഞ്ഞിരിക്കുന്നത് 2ാം ഭാവത്തിന് ഭാഗ്യാധിപന്റെ 9ാം ഭാവാധിപന്റെയോ 11ാം ഭാവാധിപന്റെയോ അപഹാരം നടക്കുന്ന സമയത്തായിരിക്കും ഈ ഭാഗ്യകടാക്ഷം നേടുവാനുള്ള സാധ്യത കൂടുതലും കാണുന്നത്. ഇവർക്ക് ചാരവശാൽ തന്നെ ഇപ്പോഴും വ്യാഴവും ശനിയും അനുകൂല സ്ഥിതിയിൽ നിൽക്കുന്ന കാരണം കൊണ്ടാണ് കൂടുതലും തുലാക്കൂറുകാർക്ക്, ചിത്ര നക്ഷത്രക്കാർക്ക് എന്ന് പറയുവാൻ കാരണം. അല്ലാതെയും ചിത്ര നക്ഷത്രക്കാർക്ക് അധികം നേടുവാനുള്ള സാധ്യതയുണ്ട് ചാരവശാൽ അല്ലെങ്കിലും. ഞാൻ പറഞ്ഞിരിക്കുന്ന ലാഭസ്ഥാനത്തിലോ ഭാഗ്യസ്ഥാനത്തിലോ ഉച്ചസ്ഥനായി നിൽക്കുന്ന, അല്ലെങ്കിൽ ധനസ്ഥാനത്തോ ഉച്ചസ്ഥനായി നിൽക്കുന്ന വ്യാഴഗ്രഹകാലത്ത് തീർച്ചയായിട്ടും ഭാഗ്യാനുഭവങ്ങളുണ്ടാവും. അതിൻ്റെ അപഹാരനാഥന്മാരുടെയും കൂടി സംക്രമം കൂടി ആകുമ്പോഴേ, ഒത്തുചേരുമ്പോഴേ ആ ഭാഗ്യാനുഭവങ്ങൾ സൃഷ്ടിക്കുകയുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്നത് 37 വയസ്സ് വരെക്കുള്ള വ്യാഴത്തിൻ്റെ ദശാകാലത്താണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ 37 വയസ്സ് കഴിഞ്ഞവർക്കാണെങ്കിലോ എന്ന് വിചാരിക്കും. വ്യാഴദശ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ശനിദശയാണ്. ശനിദശ 19 കൊല്ലമാണ്. അപ്പോൾ 37, 10, 47, 10, 57, ഒന്നും കുറച്ച് കഴിഞ്ഞാൽ 56 വയസ്സ് വരെയ്ക്ക് ശനിദശാകാലമാണ്. ശനി അതുപോലെ തന്നെ സ്വക്ഷേത്രത്തിലോ മൂലക്ഷേത്രത്തിലോ, സ്വക്ഷേത്രം മൂലക്ഷേത്രം പറഞ്ഞാൽ മകരവും കുംഭവുമാണ് സ്വക്ഷേത്രം മൂലക്ഷേത്രം, ഉച്ചക്ഷേത്രം തുലാമുമാണ്. അങ്ങനെയുള്ള ക്ഷേത്രത്തിലോ അത് ആ ഭാവം 11ാം ഭാവമോ 3ാം ഭാവമോ 6ാം ഭാവമോ ആയിട്ടോ വരുന്ന ദശാകാലത്തിലാണ് ഈ അനുഭവം ഉണ്ടാകുക. അതുപോലെ തന്നെ ശനിയുടെ ബന്ധുഗ്രഹമായിട്ടുള്ള ശുക്രൻ്റെയോ അല്ലെങ്കിൽ ബുധൻ്റെയോ അപഹാരകാലത്തായിരിക്കും മിക്കവാറും, അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെയോ അപഹാരകാലത്തിലായിരിക്കും മിക്കവാറും ഈ ലോട്ടറി ഭാഗ്യം അല്ലെങ്കിൽ നിധിയോഗം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ആ അപഹാരനാഥന്മാർ ഇതുപോലെ 11ാം ഭാവാധിപന്റെയോ 2ാം ഭാവാധിപന്റെയോ ഭാഗ്യാധിപന്റെയോ അപഹാരകാലത്തിലുള്ള ആയിരിക്കും ഈ ശനിദശയിൽ ബുധന്റെ അപഹാരം, ശുക്രന്റെ അപഹാരം 11ാം ഭാവത്തിലോ ഭാഗ്യസ്ഥാനത്തിലോ 2ാം ഭാവത്തിലോ നിൽക്കുന്ന അപഹാരനാഥന്റെ സമയത്തായിരിക്കും ഈ ലോട്ടറി ഭാഗ്യം സിദ്ധിക്കുന്നത് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ചിത്ര നക്ഷത്രക്കാർക്ക് ലോട്ടറി ഭാഗ്യം അടിക്കാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ചിത്ര നക്ഷത്രക്കാർക്ക് ഇനിയുണ്ട്. അപ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞിരിക്കുന്നത് 56 വയസ്സ് വരെക്കുള്ള കാലങ്ങളിലാണ്. 56 വയസ്സിന് ശേഷം വരുന്നത് ബുധദശാകാലമാണ്. അപ്പോൾ 57 വയസ്സുള്ളവർക്ക് അടിച്ചുകൂടെ എന്ന് ചോദിക്കും. തീർച്ചയായിട്ടും അടിക്കും. ബുധന്റെ ദശാകാലത്തിലാണ് പറയുന്നത്. ബുധന്റെ ദശാകാലം 56 വയസ്സിന് ശേഷം അവർക്ക് ബുധന്റെ ദശാകാലമാണ്. ബുധന്റെ ദശാകാലം ഇതേമാതിരി 11ാം ഭാവത്തിലോ
10ാം ഭാവത്തിലോ അല്ലെങ്കിൽ 2ാം ഭാവത്തിലോ ഭാഗ്യസ്ഥാനത്തിലോ നിൽക്കുന്ന ബുധൻ്റെ ദശാകാലത്ത് ഈ ലോട്ടറി ഭാഗ്യം സിദ്ധിക്കുവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ആ നിൽക്കുന്ന സ്ഥാനം സ്വക്ഷേത്രമോ മൂലക്ഷേത്രമോ ഉച്ചക്ഷേത്രമോ ബന്ധുക്ഷേത്രമോ ആയിരിക്കണം എന്നുള്ള സ്ഥാനം ഞാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആ ബുധദശയിൽ ശുക്രന്റെ അപകാരകാലമോ ശനിയുടെ അപകാരകാലമോ ആയി വരണം. ശനിയാണെങ്കിൽ 3, 6, 11 ഭാവങ്ങളിൽ നിൽക്കുന്ന ശനിയാണെങ്കിൽ ഇതിന് കൂടുതൽ പ്രത്യേകതയുള്ളൂ. അതേ സമയത്ത് 3, 6, 11 ഭാവങ്ങൾ നിൽക്കും വേണം. അത് സ്വക്ഷേത്രമോ മൂലക്ഷേത്രമോ ഉച്ചക്ഷേത്രമോ ആയിരിക്കണം. അതേസമയം ശുക്രന്റെ അപകാരകാലമാണെങ്കിൽ 2, 5, 9, 11 ഭാവങ്ങളിൽ നിൽക്കുന്ന ശുക്രന്റെ അപകാരകാലത്തിലും ആ ശുക്രൻ ബലവാനായി നിൽക്കുന്ന ക്ഷേത്രമാണെങ്കിൽ, ഞാൻ അതേ പറഞ്ഞ ഉച്ചക്ഷേത്രം മൂലക്ഷേത്രം സ്വക്ഷേത്രം എന്നീ ബലവാനായി നിൽക്കുന്ന ശുക്രന്റെ അപകാരത്തിലും ഇതേമാതിരി ലോട്ടറി ഭാഗ്യം സിദ്ധിക്കുവാനുള്ള സാധ്യതയുണ്ട്. പൊതുവെ നമ്മൾ പറയുകയാണെങ്കിൽ ചാരവശാൽ ഇവർക്ക് തുലാരക്കുറിയിൽപ്പെട്ടിരിക്കുന്ന ചിത്ര നക്ഷത്രക്കാർക്ക് അടിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പൊതുവെ എല്ലാവരും പറയുകയാണെങ്കിലും ഒരു 100 രൂപ അല്ലെങ്കിൽ 500 രൂപ പോലും കിട്ടിയില്ല ലോട്ടറി എടുത്തിട്ട് എന്ന് പറയും. പക്ഷേ അങ്ങനെ പറയാനുള്ള കാരണം ഞാൻ ഇപ്പോൾ വിവരിച്ച് വെച്ചിരിക്കുന്ന കാരണങ്ങളാലാവും. നല്ല ദശാകാലങ്ങളും അപകാരകാലങ്ങളും ഒത്തുവരുന്നുള്ള ഈ നിധിയോഗം അല്ലെങ്കിൽ ലോട്ടറി യോഗം, മഹാഭാഗ്യയോഗം എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള യോഗങ്ങളുള്ള ജാതകവശാലുള്ള സമയങ്ങളിലായിരിക്കും ഈ സിദ്ധി ഉണ്ടാവുന്നത് എന്നുള്ളത് പറഞ്ഞു. ഈ സിദ്ധിയിൽ ലഭിക്കുന്ന ലോട്ടറിക്കാരിൽ അത് സ്ഥിരമായിട്ട് അനുഭവിക്കാനുള്ള യോഗങ്ങളും അവർക്കുണ്ടാവും എന്നുള്ളത് തീർച്ചയാണ്. നമസ്കാരം.